ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് സ്ക്രബും അതേപോലെ തന്നെ ഫേസ് പാക്കും ആണിത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ ഡിസ്കളറേഷനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ നമ്മളെ സ്കിന്നിൽ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. ഞാനിത് എന്തായാലും ഫുള്ളായിട്ട് റിമൂവ് ആക്കിയിട്ട് വരാം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും, ഇപ്പോൾ നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യണേക്കാളും ഒന്നുകൂടി എഫക്റ്റ് ആയിരിക്കും ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് മാത്രമല്ല കേട്ടോ, സ്ക്രബ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പാക്കും വരുന്നുണ്ട്. അങ്ങനെ 2 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മളെ ചാനലിന്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിന്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിന്റെ ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം ഒന്ന് മെമ്പർ ആയിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് പൊടിക്കാത്ത ഓട്സ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ പാല് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി നീരോ റോസ് വാട്ടറോ നോർമൽ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലൈവ് റിസൾട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യാനായിട്ട് മുന്നേയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ആയിട്ടുണ്ടായിരിക്കണം. വെറ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മൾ സ്ക്രബ് ആണെന്നുണ്ടെങ്കിലും പാക്ക് ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ക്ലൻസ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലൻസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് സ്ക്രബ് യൂസ് ചെയ്യാൻ പോവാണേ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ സ്ക്രബ് ഇടണ നേരത്ത് നമ്മൾ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളുടെ പഞ്ചസാരയ്ക്ക് ഒരു തരി കുറച്ച് കൂടുതലല്ലേ, അപ്പോൾ തരി അധികം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് തരിയുള്ള ടൈപ്പൊക്കെ വരുന്നുണ്ട്. അത്രയ്ക്ക് കട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം മാത്രം സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം സ്ക്രബ് യൂസ് ചെയ്യുക. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മൂക്കിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഈ താടിയുടെ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സ്ഥലത്ത് കൂടുതലായിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ബലം കൊടുത്ത് ചെയ്യേണ്ട കേട്ടോ. ഒരു ജെൻറ്റൽ മസാജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഈ ഒരു സ്ക്രബ് ചെയ്താൽ തന്നെ നമ്മളുടെ സ്കിൻ എന്ന് പറയണത് ഭയങ്കരമായിട്ട് ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയ പോലെ ഉണ്ടാവും. ആ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഭയങ്കരമായിട്ടൊന്ന് ലൈറ്റൻ ചെയ്ത് ഒരു ഒന്നിട്ട് കുറഞ്ഞ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്കൊന്ന് കുറഞ്ഞ പോലെ, അതും ഫസ്റ്റ് സ്ക്രബിൽ തന്നെ നമുക്കൊന്ന് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഇതേപോലെയൊക്കെ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രബ് യൂസ് ചെയ്യാനായിട്ട് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ് ഒന്ന് നോക്കി നോക്ക്. ഭയങ്കരമായിട്ട് ഇപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോ ആയ പോലെയും ഭയങ്കരമായിട്ട് ഒരു ക്ലീൻ ആയ പോലെ നമ്മുടെ ഫേസ് ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അത് ഫസ്റ്റ് സ്ക്രബിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിനി പാക്ക് ഇടാൻ പോവുകയാണ്. പാക്ക് ഇതിനേക്കാളും വലിയ റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ കമൻസും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ നമ്മുടെ സ്ക്രബ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പാക്കാണ് കേട്ടോ നമ്മളിനി ഇടാൻ പോകുന്നത്. അപ്പോൾ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഉലുവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ നമ്മളുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഐറ്റങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എഗ്ഗാണ്. എഗ് വൈറ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എഗ് വൈറ്റ് ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫുള്ളായിട്ട് ഞാനിത് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് അത്രയും അധികം ബെനിഫിറ്റ് നൽകുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റങ്ങളാണ് കേട്ടോ ഇതെല്ലാം തന്നെ. നിങ്ങൾക്ക് ബ്രഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതാണ് ഒന്നും കൂടി എളുപ്പം. പക്ഷേ എൻ്റെ ബ്രഷ് കാണാനില്ല, അപ്പോൾ ഞാൻ കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ടേ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ ഇട്ടെടുത്തോളുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് തൊട്ട് പോവാതെ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ആ കട്ടിയിൽ ഇട്ട് കൊടുത്താൽ. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും വെവ്വേറെ കളറായിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ നെക്ക് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും ടാൻ ഉണ്ടാവുക. നമുക്ക് ഫേസിലുള്ള പോലെ തന്നെ നമ്മുടെ നെക്കിലും ഭയങ്കരമായിട്ട് ടാൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും നെക്കിലും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എഗ്ഗും അതേപോലെ തന്നെ ഉലുവയൊക്കെ ഉള്ള കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ഞാൻ പറഞ്ഞില്ലേ കാണാനില്ല, കാരണം കൊണ്ട് കൈ വെച്ചിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ കയ്യിൽ തന്നെ ഭൂരിഭാഗം കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ഇടുമ്പോൾ നമുക്കത് ആ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഉലുവൊക്കെ അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ കൈമേൽ തന്നെ നിൽക്കണ പോലെ ഉണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആവണ വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തിക്കിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഉലുവയും ഓട്സിൻ്റെ പൊടിയൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ അത്രയും ടൈം എടുക്കണ്ട കേട്ടോ. നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് വെക്കാം. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ഡ്രൈ ആയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് റിമൂവ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഉലുവയും അതേപോലെ തന്നെ എഗ്ഗൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഉലുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആവില്ല നമ്മുടെ സ്കിന്നിൽ നിന്ന്. ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റിമൂവ് ആക്കാനായിട്ട് മുന്നിട്ട് ഇതേപോലെ ഒന്ന് വെള്ളമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിൽ പെട്ടെന്ന് റിങ്കിൾസ് വരാനൊക്കെ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ ഒപ്പി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് റിമൂവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ ഉലുവ ആഡ് ചെയ്തിട്ടുള്ള കാരണം തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആവില്ല. നന്നായിട്ട് വെള്ളമായിട്ട് വാഷ് ചെയ്യണം, എന്നാലാണ് ഇത് റിമൂവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. സി എന്താ പറയുക, ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ നമ്മളെ സ്കിന്നിൽ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. ഞാനിത് എന്തായാലും ഫുള്ളായിട്ട് റിമൂവ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ശരിക്കും ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു തരാവേ. നിങ്ങൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവില്ല അതിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്നുള്ളത്. ഞാൻ പാക്ക് ഇടുന്നിട്ട് മുന്നുള്ള പിക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. നല്ല നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ്. ഇത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള പാക്കാണ്. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ.
കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഗ്ലോ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ട്രസ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചേട്ടാ.